Welcome to Sheguspassion. ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ഷെഗുസ്പാഷൻ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് നല്ലൊരു ചെറുപയർ പായസമാണ്. ചെറുപയറും പാലും കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലൊരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് അറിയാൻ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു 1/2 കപ്പ് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചതാണ്. നന്നായി കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത്. അതിനുശേഷം ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. 1/2 കപ്പ് ചെറുപയറിന് ഞാൻ 1.5 കപ്പോളം വെള്ളമാണ് എടുത്തേക്കുന്നത്. ഓരോരുത്തരുടെ കുക്കറിൻ്റെ വിസലിനനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ എൻ്റെ കുക്കറിൽ ഒരു 6 വിസിലോളം വേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഷുഗർ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിലേക്ക് 4 ഏലക്കായ കൂടി ഇട്ടിട്ടാണ് ഒന്ന് പൊടിച്ചെടുത്തേക്കുന്നത്. അതിനുശേഷം പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യിലേക്ക് ഇനി നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്താണ് ഇതിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇത് മൂപ്പിച്ചെടുത്ത് വരുന്ന ടൈമിൽ നമ്മുടെ ചെറുപയർ അവിടെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ രണ്ടും കൂടി ഒരേ ടൈമിൽ തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ചെറുപയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 6 വിസിലോളം എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ കുക്കറിൽ. അപ്പോൾ ഓരോരുത്തരും കുക്കറിനനുസരിച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. നന്നായി തന്നെ വെന്ത് കിട്ടണം. ഇപ്പോൾ ചെറുപയർ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായി തന്നെ വെന്ത് കിട്ടണം, എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും ഏലക്കായും കൂടി ഉള്ളത് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. നന്നായി വെന്ത് കിട്ടിയാലാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും ഇറങ്ങുള്ളൂ. അപ്പോൾ പരമാവധി നന്നായി വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നന്നായി ഇത് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. നാഴി പാലോളമാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം പാൽപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ പാൽപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടി കിട്ടും. പാല് മാത്രം ആഡ് ചെയ്യുന്നതിനേറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഇനി ഈ പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. പാല് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫസ്റ്റ് കുറച്ച് മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇത് കുറച്ചൊന്ന് കട്ടിയായി വരുമ്പോൾ ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കാം. പായസം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഏലക്കായ നമ്മൾ പഞ്ചസാരയുടെ കൂടെ ഇട്ട് പൊടിച്ചിട്ടുള്ള കാരണം കൊണ്ട് വേറെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടല്ലോ പഞ്ചസാരയും ഏലക്കായും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ നല്ല മണമൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഒന്ന് കട്ടിയാവും. ലേശം ഒന്ന് തണുത്ത് വരുമ്പോൾ ഒന്ന് കട്ടിയായി കിട്ടും. പിന്നെ നമ്മൾ ഇതൊന്ന് ഉടച്ചു കൊടുക്കും കൂടി ചെയ്യാം. ചെറുപയർ ഒന്ന് ഉടച്ചു കൊടുക്കും കൂടിയും ചെയ്താൽ ഒന്നും കൂടി കട്ടിയായി കിട്ടും. ഇപ്പം നന്നായി തിളപ്പിച്ചെടുത്തിട്ട് നന്നായി ഒന്ന് കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഈ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. കപ്പലണ്ടിയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. കപ്പലണ്ടി വറുത്തിട്ട് ഒന്ന് തൊലി കളഞ്ഞിട്ട് അതാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് കൂടി ആഡ് ചെയ്ത് കൊടുത്തേക്കാണ്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസം കൂടിയാണിത്. ഇപ്പോഴത്തെ ഈ ചൂടിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ്. ചെറുപയറൊക്കെ ഹെൽത്തിന് വളരെ നല്ലതാണ്. പിന്നെ അതേപോലെ കപ്പലണ്ടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഒന്നും കൂടി ഹെൽത്തി ആയി കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പായസം ഒന്ന് നന്നായി തണുത്തതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ. എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ശരീരത്തിന് ഒരു തണവ് കൊടുക്കാനൊക്കെ ആയിട്ട് പാലും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ലതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ശർക്കര കൂടി ആഡ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ സെർവ് ചെയ്യാനായിട്ട് റെഡിയായി. എല്ലാവരും ഇതൊന്ന് എന്തായാലും ട്രൈ ചെയ്യണം. ഇപ്പോഴത്തെ ചൂടിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ്. ചെറുപയറും പാലും ഒക്കെ ആഡ് ചെയ്തിട്ടാണ്. പിന്നെ കപ്പലണ്ടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ കമൻസൊക്കെ ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.